അപ്പോൾ അധർമ്മമൂർത്തി വെളിപ്പെട്ടു വരും. അവനെ കർത്താവായ യേശു തൻ്റെ വായിലെ ശ്വാസത്താൽ ഒടുക്കി തൻ്റെ പ്രത്യക്ഷതയുടെ പ്രഭാവത്താൽ നശിപ്പിക്കും. അധർമ്മമൂർത്തി എങ്ങനെ നശിപ്പിക്കും? യേശു എങ്ങനെ നശിപ്പിക്കും? വായിലെ ശ്വാസത്താൽ നശിപ്പിക്കും. അത്രയേ ഉള്ളൂ. സാത്താന് ഇപ്പോൾ ഒരു ടൈമിംഗ് കൊടുത്തിട്ടുണ്ട്, പ്രവർത്തിക്കുവാൻ ഒരു ടൈമിംഗ് കൊടുത്തിട്ടുണ്ട്. ആ ടൈമിംഗ് വരെ അത് പ്രവർത്തിക്കുകയുള്ളൂ. പക്ഷേ ദൈവമക്കൾ പിശാചിന് ഇടം കൊടുക്കരുത്. യേശുവിൻ്റെ മുന്നിൽ സാത്താൻ ശ്വാസത്തിൻ്റെ മുന്നിൽ പോലും നിൽക്കില്ല. ശ്വാസത്തിൽ തന്നെ അവൻ നശിച്ചു പോകും. അത്രക്കേ സാത്താനുള്ളൂ. പക്ഷേ അവനുള്ള കാലപരിധിക്കുള്ളിൽ അവൻ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കും. ആ പ്രവൃത്തികളെ അഴിപ്പാൻ മനുഷ്യപുത്രൻ പ്രത്യക്ഷനായി. നമ്മുടെ ജീവിതത്തിൽ പിശാചിനിടം കൊടുക്കരുത്. അവനെ തോൽപ്പിക്കുന്ന ഒരു ടൈമിംഗ് ഉണ്ട്. സഭ മുഖാന്തരം യേശുവിൻ്റെ മൂക്കിൽ നിന്നും ശ്വാസം സാത്താനെ നശിപ്പിക്കുവാൻ തക്കവണ്ണം പുറപ്പെട്ടു വരും.